ഞാൻ ചെറുതായിരുന്നപ്പം ലാലേട്ടനെ കണ്ട് ഇഷ്ടപ്പെടുന്നത് കൊച്ചായിരുന്നപ്പോഴാണ്. ലാലങ്കിളല്ല, നമ്മുടെ ഉണ്ണികളെ ഒരു കഥ പറയാമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുള്ളത്. പിന്നെ എനിക്ക് ആട്ടക്കലാശമൊക്കെ കണ്ടിട്ടുണ്ട് തിയേറ്ററിലിരുന്ന്. പക്ഷേ ഇത് ഞാൻ സ്കൂളിൽ വെച്ചിട്ട് നല്ല ബോധത്തോടെ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ടതാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അങ്കിളുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് ഒരു ബാല്യമായിരുന്നു എൻ്റേത്. പിന്നെ 10ാം ഉദയം കണ്ടു, അപ്പോൾ ഓർത്തു അതുപോലെ ഒരു ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ. അങ്ങനെ ഇരുന്ന നമുക്ക് വേണ്ടി നമ്മുടെ തലമുറ കഴിഞ്ഞു, അത് കഴിഞ്ഞ് വന്ന തലമുറ ലാലേട്ടനെ ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ, ലാലങ്കിൾ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു കുട്ടിത്തമുള്ളവർക്കേ ലാലേട്ടൻ ഫാനാവാൻ പറ്റുള്ളൂ. ഇനി ലാലേട്ടൻ ഹിംസെൽഫ്, ഹി ഈസ് എ കുട്ടി ഇൻസൈഡ്. ആ ഒരു കുട്ടി ലാലേട്ടൻ, ആ ഒരു കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച ഒരു പടമാണിത്. അല്ലെങ്കിൽ ലാലേട്ടൻ എന്തെല്ലാം തരത്തിലുള്ള സിനിമകൾ പിടിക്കായിരുന്നു, ഏതെല്ലാം കഥകൾ എടുക്കായിരുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും വലിയൊരു മനുഷ്യൻ എത്ര പൈസ മുടക്കി എന്ത് പടം വേണമെങ്കിലും പിടിക്കായിരുന്നു ആ മനുഷ്യന്. പക്ഷെ പിടിച്ചത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3D മൂവി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആ നമ്മളോടുള്ള ലാലേട്ടൻ്റെ കടപ്പാട്, ലാലേട്ടൻ എന്ത് രീതിയിലാണ് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ശ്രമിച്ചതെന്ന് അല്ലേ. നമ്മൾ കുറ്റം പറയുമ്പം എവിടുന്നെല്ലാം എന്തെല്ലാം കുറ്റങ്ങളാണ് ആ മനുഷ്യനെ പറയുന്നത്, എന്താണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച്. പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാണാത്തവരിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് മോശമല്ലേ? നിങ്ങൾ പോയി പടം കാണുക, എന്നിട്ട് കുറ്റം പറയുക. ചിലവർ ചോദിക്കുന്നത് കേട്ടു, ലാലേട്ടൻ നമ്മൾക്ക് വേണ്ടി തന്ന ഗിഫ്റ്റാണെങ്കിൽ ഫ്രീ ആയിട്ട് സിനിമ കാണിച്ചുകൂടെ? ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ആകാശത്ത് നിന്ന് നമുക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പിന്നിലൊക്കെ ഒത്തിരി മനുഷ്യരുടെ ജീവിതങ്ങളുണ്ട്. ടെക്നീഷ്യന്മാർ തന്നെ, അതിനകത്ത് അഭിനയിച്ചവരുടെയൊക്കെ ഇരട്ടി ആളുകൾ ടെക്നീഷ്യന്മാർ കാണും. അവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മൾ പൈസ കൊടുത്ത് കാണുക. അത് നമ്മൾ ലാലേട്ടനോട് ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ ഈ സിനിമ വിജയിക്കും. ലാലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ലാലേട്ടൻ ഇങ്ങനെ ഒരു മഹാകാര്യം ചെയ്തപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാതെ നമ്മൾ തന്നെ അതിനെ കൊള്ളില്ല, പൊട്ടിയില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നത് മോശമല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കൊണ്ടേ കാണിച്ചു നോക്കൂ, അവർക്കിഷ്ടപ്പെടും. പിന്നെ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് പേരോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞു, ഓ, ലാലേട്ടൻ ഇത്ര വലിയ പിള്ളേരുടെയൊക്കെ സിനിമ കാണിക്കുന്നു. ഈ പിള്ളേർ ഇന്നത്തെ കാലത്തുള്ളവർ ഫോണിനകത്ത് ഇരിക്കുകയല്ലാണ്ട് ഇങ്ങനത്തെ ഫാൻറ്റസിയൊക്കെ അവരുടെ മനസ്സിലുണ്ടോ എന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരുടെ മനസ്സറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. മക്കളുടെ മനസ്സിൽ ഫാൻറ്റസികൾ എപ്പോഴും ഉണ്ടാവും. അവരെപ്പോഴും ഇതുപോലെ ഒരു ലോകം മനസ്സിലുള്ളവർ തന്നെയാണ്. ഫോണും ടെക്നോളജിയൊക്കെ എന്തോരം മുന്നിലേക്ക് പോയാലും മക്കളുടെ മനസ്സിൽ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും ഈ ഫാൻറ്റസി വേൾഡ് ഉണ്ടാവും. നമ്മളൊക്കെ എത്ര വളർന്നിട്ടും നമ്മൾക്ക് പോലും ഇല്ലേ പലതരം ഫാൻറ്റസികൾ. ഈ കാര്യങ്ങളല്ല, പല കാര്യങ്ങളും നമ്മൾ ഫാൻറ്റസൈസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചു നോക്കുക, അവർക്കത് ഇഷ്ടപ്പെടും. 3D സിനിമ, ഞാൻ 3D സിനിമ 3 എണ്ണമാണ് കണ്ടിരിക്കുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് 3D സിനിമയാണിത്. അതിനകത്ത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു മനുഷ്യരും കാര്യങ്ങളുമൊക്കെ. അല്ലാണ്ട് എന്താ പറയുന്നത്, സൂപ്പർമാൻ പോലെ അങ്ങനെ ഇങ്ങനെ ഒന്നും അല്ല കാണിച്ചേക്കുന്നത്. എല്ലാം റിയൽ ആയിട്ട് നമുക്ക് തോന്നി. എങ്ങനെയാണ് ഞാൻ പറയുക, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ മേക്കിങ്, അതിൻ്റെ ആ എന്താ പറയുന്നത് കഥ ലാലേട്ടന്. ഞാൻ ആലോചിച്ചു, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരേ ഒരു കുറ്റമായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്, കുറ്റമായിട്ടല്ല, എനിക്ക് കുറ്റം പറയാനുള്ള യാതൊരു യോഗ്യതയില്ല, പക്ഷെ എനിക്കൊരു എന്താ പറയുന്നത്, ഇത്രയും കൂടി നന്നായേനെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനുഷ്യർക്ക് മനസ്സിലായേനെ. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഇത് മാറ്റി ചെയ്യാമായിരുന്നല്ലോ എന്നെനിക്ക് തോന്നിയത്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനൊരു കുറ്റവും ഇല്ല. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. 3D ഒക്കെ ഇത്ര അടിപൊളിയായിട്ട് ലാലേട്ടൻ നമുക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടില്ലേ. ഇതൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ കുട്ടിത്തമുള്ള ലാലേട്ടൻ, ആ സ്വന്തം ഉള്ളിലെ കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, അതുപോലെ കുട്ടിത്തം ഉള്ളിൽ സൂക്ഷിക്കുന്ന എല്ലാവരുടെയും
മനസ്സിലെ കുട്ടീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പിടിച്ചൊരു പടമായിട്ട് നിങ്ങളിത് കണ്ട് ആ സിനിമ എത്ര എഫേർട്ട് എടുത്ത് പിടിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങളത് കാണണം. കാണാതെ കുറ്റം പറയരുത്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ലവ് യു ലാലേട്ട. വി ലവ്ഡ് യുവർ ഗിഫ്റ്റ്. ലവ് യു.